ഇന്ന് ഈശോ ഒരു ശക്തമായ സന്ദേശം ഇന്ന് പ്രാർത്ഥനയിൽ ഞാൻ ഇരുന്നപ്പോൾ കുർബാന അർപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ കാണിച്ചു തന്നു. ഈ കൂട്ടായ്മയിൽ ദൈവം ഇന്ന് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ കൂട്ടായ്മയിൽ ഒരുപാട് ബന്ധനങ്ങൾ അഴിയും എന്ന് ഈശോ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. സ്ഥലപ്പെടുത്തി പറഞ്ഞ് ഹല്ലേലൂയ. ചിലർക്ക് ഈ ബന്ധനങ്ങൾ വെച്ച് കാരണം ഇതാണ്. ബന്ധനങ്ങൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വരും. ചുമ്മാ വെറുതെ കയറി നമ്മൾ ബന്ധനമാണ് ബോണ്ടേജസ് നമ്മൾ പറയരുത്. അത് തെറ്റാണത്. എല്ലാത്തിനും കയറി പറയാം. പക്ഷേ ഇതൊരു ഇതാണ്, തിന്മ പെരുകുന്ന സ്ഥലങ്ങൾ, പാപം പെരുകുന്ന സ്ഥലങ്ങൾ, അശുദ്ധി പെരുകുന്ന സ്ഥലങ്ങളിൽ കടന്നു വരുന്നൊരു പ്രശ്നാവസ്ഥ ചില കുടുംബങ്ങളിൽ കാണുന്നത് ഭയങ്കര ശക്തമാണ്. ഈ കഴിഞ്ഞ ആളുകളുടെ ഒരു വലിയൊരു മിറക്കളുണ്ട്. ഹസ്ബൻഡ് വൈഫ് ഇവർ തമ്മിൽ വലിയ പ്രശ്നമായിട്ട് വിവാഹമോചനത്തിൻ്റെ വാക്കിലേക്ക് പോവുക. ഭാര്യയും ഭർത്താവും തമ്മിൽ തീരുമാനം എടുത്തു, ഇനി ചേർന്ന് കേസ് കൊടുത്തു കഴിഞ്ഞവർ. അപ്പോഴേക്ക് ഇങ്ങനെയും ഇവരൊന്ന് യോജിപ്പിക്കണം പറഞ്ഞുകൊണ്ട് ഒരു മീഡിയേറ്ററൊക്കെ കൂടി ഒരാൾ കൂടിയിട്ട് ശ്രമിച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവരെ ധ്യാനത്തിന് വിട്ട് നമുക്ക് നന്നാക്കാമെന്ന് പറയും. അപ്പം അങ്ങനെ ഇവർ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൻ്റെ കുമ്പസാരം, നമ്മുടെ അവിടെ കുമ്പസാരം വലിയൊരു അനോയിൻറ്റിങ് ആണ്. ഒരു 10-50 അച്ഛന്മാർ 600 പേർക്ക് 4 മണിക്കൂർ കുമ്പസാരിപ്പിക്കും. അങ്ങനെ ശരിക്കും സമയം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കുമ്പസാരമൊക്കെ ചില ആൾക്കാർ നടത്തും. അപ്പം അങ്ങനെ കുമ്പസാരമൊക്കെ നടത്തി നന്നായിട്ട് ആൾ ഹോളികൾ. അപ്പം അതിനുശേഷം ഡെലിവറൻസ്, വിടുതൽ പ്രാർത്ഥന കൊടുക്കും. അപ്പോൾ ഈ ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരുന്ന കുടുംബം അവർ നന്നായിട്ട് കുമ്പസാരിച്ചു. കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞിട്ടും അവരൊരുമിച്ച് പോകില്ല. കാര്യങ്ങളെല്ലാം മനസ്സിലായാലും അത് പ്രവർത്തിക്കാൻ പറ്റില്ല. ശരിയും തെറ്റും വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ. അതാണ് ബോണ്ടേജ്. ശരിയും തെറ്റും അറിഞ്ഞതിന് ശേഷവും നന്മ തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതാണ് തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനം. അവിടെയാണ് ഈ ബോണ്ടേജ് എന്നുള്ള വാക്ക് വരുന്നത്. എനിക്ക് ശരിയും തെറ്റും അറിഞ്ഞു, എനിക്കിതാണ് ശരിയെന്നറിയാം, ഇതാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല. പ്രശ്ലോഷ് നേരെ മറിച്ച് തിന്മയുടെ വഴിയിലോട്ട് തന്നെ പോകും, നാശത്തിൻ്റെ വഴിയിലോട്ട് ചൂസ് ചെയ്യണം. അത് എടുക്കാനേ പറ്റുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ, അതാണ് ബന്ധനം എന്ന് പറഞ്ഞ വാക്ക്. അവിടെയാണ്. അപ്പം നന്മയും തിന്മയും വ്യക്തം എനിക്കറിയാം, ഇതാണ് ശരിയായ വഴി, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റും. ഐ ആം നോട്ട് ഏബിൾ ടു ടേക്ക് എ സ്റ്റെപ്പ്. പ്രശ്ലോഷ് എടുക്കാൻ പറ്റും. സർവ്വത്തെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോഴാണ് പ്രിയപ്പെട്ട മക്കൾ അപ്പോൾ ഇവർ എൻ്റെ കൂടെ അവിടെ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ വെരി ടഫ് കേസാണ്. ഇവർ രണ്ടായിട്ട് പോകുള്ളൂ, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങളങ്ങനെ തീരുമാനിക്കാതെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിച്ചാൽ എല്ലാ പ്രശ്നവും തരും. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടാൽ എന്തിനേയും നവീകരിക്കാൻ പറ്റും. സർവ്വത്തെ ഹല്ലേലൂയ. പുതുക്കി പണിയാൻ പറ്റും. പുതുക്കിയാണ് ഈശോ പറഞ്ഞ പോലെ അബ്രാഹത്തിന് വേണമെങ്കിൽ ഈ മണ്ണിൽ നിന്ന് മക്കളെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ശ്രമം ഹല്ലേലൂയ. എന്തും ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അപ്പം അതും ഒരു തലമുണ്ട്. പരിശുദ്ധാത്മാവിന് എന്തും ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവസാനം ഇവർ രണ്ടുപേരും കൂടെ ഇവരെൻ്റെ മുറി പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്ന പാടെ ഇവൻ്റെ തലേക്ക് യേശുനാമത്തിൽ ബന്ധിക്കുന്ന ഞാൻ പറയും, ഇവന് വെട്ടിയിട്ടോ ഇവൻ താഴോട്ട് വീഴും. അവിടെ കിടന്ന് ശരിക്കും പെടയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ മത്സ്യമൊക്കെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് ഇട്ട് കഴിയുമ്പോൾ ഇത് കിടന്ന് ഈ ജീവൻ പോകുമ്പോൾ ഇങ്ങനെ കിടന്ന് അടിക്കുന്ന പോലെ കിടന്ന് ഈ മനുഷ്യൻ കിടന്നങ്ങ് നിലത്ത് കിടന്ന് അടിക്കുക. കുറേ അപ്പോഴത്തേക്കും ഇത് ശരിക്കും കൈയും കാലൊക്കെ വലിച്ചു കൂട്ടും. ശരിക്കും ഒരാൾ മരിക്കുന്ന പോലെ തന്നെയാണ്. ശരിക്കും സ്പിരിറ്റ് വിട്ടുപോകും. പലപ്പോഴും വലിച്ചു കൂട്ടുന്നത് കാണാൻ പറ്റും. സ്പിരിറ്റ് വിടും നമുക്ക് കാണത്തില്ല. എനിക്ക് ചില സമയത്തൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കർത്താവ് കാണിച്ചിട്ടുണ്ട്. ചില സമയങ്ങൾ എപ്പോഴും കാണിച്ചിരാറില്ല. കാണാതിരിക്കുന്നതാണ് നല്ലത്. ശ്രമത്തെ പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പം രണ്ടാമത് ഇവളുടെ തലയിലും ഇതുപോലെ തന്നെ പൈശാചിക ബന്ധനം. 5 മിനിറ്റോളം പ്രാർത്ഥിച്ചു. ആനമ്പളം തെളിച്ചു. അതിനുശേഷം ഞാൻ എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റപ്പോഴത്തേക്ക് ഇവൻ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ നാവിൽ ഭാഷവരായി, അഭിഷേകത്തിലെ ഇവർ രണ്ടുപേരിലും മാറ്റമായി. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി നിങ്ങളുടെ തീരുമാനം എന്താ? ഉടനെ ഇവൻ കയറി ഇവളുടെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇവളെയും കൊണ്ട് പൊക്കോളാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഒരുമിച്ച് ഉപയോഗിച്ചോളാം. രണ്ടുപേരും സമ്മതം. ഞങ്ങൾ കേസും വിട്ടു, ഞങ്ങളിനെ ഒരുമിച്ച് പോകും. ഇത് എനിക്ക് ഒരു അനുഭവമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരു ആയിരക്കണക്കിനല്ല, ഞാൻ 10,000 അനുഭവം എനിക്ക് കണക്കിൽ വെച്ചുണ്ടായിട്ടുണ്ട്. ശരിക്കും ഇത് നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1991 നടത്തിയ ഒരു അപ്പസ്തോലിക് ലെറ്ററിൽ പറയുന്നൊരു സംഭവമുണ്ട്. ഇന്ന് കുടുംബങ്ങളെ നശിപ്പിക്കുവാനൊരു തിന്മയുടെ ശക്തി ലോകം മുഴുവനുണ്ട്. എ സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ. ഭിന്നതയുടെ ആത്മാവ് വരും.
അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മനസ്സ് തമ്മിൽ ചേരില്ല. ശരീരം ചേരും, പക്ഷെ മനസ്സ് തമ്മിൽ ചേരില്ല. ചിന്തകൾ തമ്മിൽ ചേരില്ല, ബോധ്യങ്ങൾ തമ്മിൽ, തീരുമാനങ്ങൾ തമ്മിൽ ചേരില്ല. എൻ്റെ ശരീരം അങ്ങോട്ട്, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതാണ്, ഞാൻ നിൻ്റേത് മാത്രമാണല്ലോ. ഇതെങ്ങനെ ഒരു വേർപെടുത്തണം, അത് ശക്തമായിട്ട് കയറി പിടിക്കും. അപ്പോൾ ഈ അവ പറയുന്നുണ്ട് ഇങ്ങനെ സ്പിരിറ്റ് ലോകത്തുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ പറയുന്നത് വൈദികരോട് പറയുന്നതാണ്, വൈദികർ ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, പ്രത്യേകമായ വെഞ്ചരിപ്പുകൾ നടത്തണമെന്ന് മാർപ്പാപ്പ വന്ന് പറയുന്നുണ്ട്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു ആത്മ, ഐക്യം നഷ്ടപ്പെടുക. ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്, സന്തോഷത്തിൻ്റെ കൂട്ടായ്മ, ആനന്ദത്തിൻ്റെ കൂട്ടായ്മ, അനുസരണത്തിൻ്റെ ഒരു ബന്ധം, അത് മുഴുവൻ കളയുന്ന ഒരു സ്പിരിറ്റ് ലോകത്ത്. അതുകൊണ്ട് ഇതിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കും, സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ ബൈൻഡ് ആൻഡ് കാസ്റ്റ് ഔട്ട് ദ സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും ബന്ധിച്ച് പ്രാർത്ഥിക്കണം. സ്വരമോടത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഇത് ഇടവകളൊക്കെ വരും, നമ്മുടെ ഇടവകളിലൊക്കെ ഭിന്നതയുടെ ആത്മാവ് കയറി വരും. നമ്മുടെ ഇടവക കുടുംബം ഇപ്പം വൈദികരോടൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് വരും, സന്യസ്തരോടൊക്കെ വരും. പ്രാർത്ഥിക്കണം. നമ്മൾ ഈ കാലഘട്ടങ്ങൾ നിങ്ങൾ അഭിഷിക്തർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കണം. സ്വരമോടത്ത് പറഞ്ഞ ഹല്ലേലൂയ. വേദനിക്കുന്ന വൈദികർ നമ്മുടെ ഇടയിലുണ്ട്, കുറവുകളുള്ള വൈദികരുണ്ട്, വിഷമം അനുഭവിക്കുന്ന വൈദികരുണ്ട്. അവരെ തന്നെ ചില സമയത്ത് പൈശാചിക ശക്തി ചില സമയത്ത് വല്ലാണ്ട് പീഡിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അവരെ ചീത്ത വിളിച്ചാലൊന്നും അവർ രക്ഷപ്പെടില്ല. പ്രിസലോഷ്. ഈ സമയത്ത് ദൈവജനം അവർക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ കൈകൾ വിരിക്കാൻ തയ്യാറായാൽ നമ്മൾ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും കാണും. സ്ഥലമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതൊരു ബന്ധം, ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം. അതെവിടെയും കയറി ആഞ്ഞടിക്കുന്ന സഭയെ ചുവടെ പറിച്ചു കളയാൻ വേണ്ടി സതാൻ്റെ ശക്തികൾ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമ്മൾ അസ്വസ്ഥരാകുകയല്ല വേണ്ടത്, നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. ശ്രീമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. അത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി വൈദികർക്ക്. അപ്പോൾ ഇടവയിലൊക്കെ ഈ കൂട്ടായ്മകൾ, ഇടവയിലെ പാരിഷ് കൗൺസിൽ, പൊതുയോഗം ഒരു ഭയങ്കര ബന്ധനം അടിക്കും. ഞാൻ പലപ്പോഴും പറയും, ഞാൻ ഇടവകയിൽ 10 വർഷം വികാരിയായിട്ട് അസിസ്റ്റൻ്റായിട്ട് ഇരുന്നതാണ്. പ്രിസിലോഷ്. അപ്പോൾ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞത്, എനിക്ക് കാണും ഇടവകയിലെ വൈദികരൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയ ജീവിതം, ദൈവഭയം, ദൈവത്തോട് ബന്ധം, പരിശുദ്ധ കുർബാനയോടുള്ള ഒരു പ്രത്യേകമായൊരു ബഹുമാനം, ദേവാലയത്തോടുള്ള ബഹുമാനം, അല്ല വൈദികരോടുള്ള ബഹുമാനം, സന്യസ്തരോടുള്ള ബഹുമാനം, സുവിശേഷത്തോടുള്ള ബഹുമാനം, വിശ്വാസ സംബന്ധമായ ബഹുമാനം, ഇതെല്ലാം കളഞ്ഞു കുളിക്കുന്ന ഒരു 2 പരിപാടികൾ പലപ്പോഴും നമ്മുടെ ഇടവകയിലുണ്ട്. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഈ രണ്ടും കളഞ്ഞിട്ട് ഒന്നേം തുടങ്ങുന്ന 2 പരിപാടികൾ കഴിയുമ്പോൾ മിക്കവാറും ഇടവക ശൈലി തീരും. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. 2 പരിപാടി. 1 ഇടവക തിരുനാൾ. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. 2 വാർഷിക പൊതുയോഗം. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഇത് 2 കഴിയുമ്പോൾ വീണ്ടും 1 തുടങ്ങേണ്ടി വരും. ശ്രീമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. കാരണം ഇത് 2 അവിടെ 2 തിന്മയുടെ ശക്തി കയറിയിട്ട് ശരിക്കും കളിക്കും. അപ്പം ഞാൻ ഇടവകരിക്കുമ്പോൾ ഞാൻ തിരുനാളിനൊക്കെ ഭയങ്കരമായിട്ട് എന്നെ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ ആഘോഷം വേണം. ഇന്ന് ആഘോഷങ്ങൾ അപകടങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. ആഘോഷം കഴിയുമ്പോൾ പല കുടുംബങ്ങൾക്കും അപകടങ്ങൾ നേരിടുന്നു, പല വ്യക്തികൾക്കും അപകടങ്ങൾ ഉണ്ടാകുന്നു, പല ജീവിതങ്ങൾ, ഇത് ആഘോഷങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിവാഹ ആഘോഷങ്ങൾക്ക് അപകടം, ആഘോഷം തെറ്റ്, നമ്മൾ കർത്താവിൻ്റെ വചനം തെറ്റിയുള്ള ആഘോഷങ്ങളാണ്. ചിലപ്പോൾ കല്യാണം, ഇന്നെനിക്കൊരു കേരളത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായൊരു കല്യാണം. അപ്പോൾ ആ കല്യാണത്തിൻ്റെ ദിവസം, ഞാൻ പറയുന്ന ഒരു 5 വർഷം മുമ്പുള്ള കല്യാണം, കല്യാണത്തിന് ദിവസം ഉച്ചയൂണിന് അവർ കൊടുത്ത ഭക്ഷണം, പൊതുജനത്തിന് കൊടുത്ത ഭക്ഷണത്തിൻ്റെ ചെലവ് 34 ലക്ഷം രൂപയാണ്. പ്രിസിലോഷ്. ഒരു 4000 പേർക്കുള്ള ഫുഡ് കൊടുത്തുള്ളൂ. 35 ലക്ഷം രൂപയുടെ ഫുഡ്. എത്ര മെത്രാന്മാരുണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു, കേരളത്തിലെ ധ്യാനഗുരുക്കന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നടത്തിയ ആർഭാടമായ ഒരു കല്യാണമാണ്. അത് ഡൈവോഴ്സായി കേട്ടോ, ദൈവാനുഗ്രഹം കൊണ്ട്. സ്ഥിരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഏതാണ്ട് വലിയ കാലവും മുന്നോട്ട് പോയില്ല. ആ കേസ് എൻ്റെ അടുത്താണ് വന്നത്, ഞാനാണ് നേരത്തെ ഇടപെട്ടത്. വല്ലാത്തൊരു പ്രശ്നമാണ്. കാരണം ആ പോക്ക് പോകുന്നു കാണുമ്പോൾ അറിയാം, ഇത് തകരാനുള്ളൊരു പോക്കാണിത്. സ്ഥിരപ്പെടുത്തി യേശുവേ നന്ദി. ഇതെല്ലാവരും വിവാഹത്തിൻ്റെ ദിവസം വലിയ ടെലിവിഷനും പരിപാടിയും വലിയ വീഡിയോസും പരിപാടിയൊക്കെ എടുത്തു. നിങ്ങൾക്കറിയാം, എൻ്റെ പട്ടത്തിൻ്റെ കാര്യം ഒന്നും പഠിച്ചിരിക്കുന്നതല്ല. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ പട്ടത്തിന് ഞാൻ വീഡിയോ എടുത്തില്ല. യേശുവേ നന്ദി. ഇത് എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് താല്പര്യമില്ലാതിരുന്ന, ഇങ്ങനെ ഞാൻ പറയുന്നത് താല്പര്യമില്ല. എനിക്ക് നിങ്ങളുടെ സംഭവം താല്പര്യമില്ല. കാരണം മറ്റൊന്നുമല്ല,
ഈ മെത്രാൻ എൻ്റെ തലയിൽ കൈവച്ച് പരിശുദ്ധാത്മാവേ ഈ ദാസനിൽ ഇറങ്ങി പ്രവർത്തിച്ച് പൗരോഹിത്യത്തിൻ്റെ വരദാന കൃപകൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എഴുതുന്ന ഒരു സമയമാണ്. അപ്പം ആ സമയത്ത് പരിശുദ്ധാത്മാവിനെ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എല്ലാ വിചാരവും വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് മാത്രമായിരിക്കണം എൻ്റെ ചിന്തയും എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും. വേറെ പല വിചാരങ്ങൾ കയറി വരാൻ പാടില്ല. ഈ ചിലപ്പോൾ ഈ ക്യാമറയും സംഭവം വരുമുണ്ടല്ലോ, നമ്മുടെ ശ്രദ്ധ മാറിപ്പോകും. സർവ്വത്തെ ഹല്ലേലൂയ. നമ്മുടെ മൈൻഡ് മാറിപ്പോകും. നമ്മൾ ചിലപ്പോൾ അവന് വേണ്ടിയായിരിക്കും ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ഇതൊരു അഭിനയമായിട്ട് ഇതങ്ങ് മാറി, ഇത് നാടകമായിട്ട് ഈ പരിപാടി മാറുമെന്ന് എനിക്ക്. അപ്പോൾ ഞാനിത് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച് പ്രസ്റ്റീജാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. സർവ്വത്തെ ഹല്ലേലൂയ. പ്രസ്റ്റീജാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ എന്തോ കുറവായിട്ടാണല്ലോ നമ്മുടെ സമൂഹം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരെ സമ്മതിച്ചില്ല. അവർ ക്യാമറ കഷ്ടിച്ച് ഒരു ക്യാമറ വെച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവസാനം എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി, അവസാനം അവരുടെ കൺട്രോളിലായി. കുഴപ്പമില്ല, ദൈവം എൻ്റെ കൂടെയായിരുന്നു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അതായത് എൻ്റെ പട്ടത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നവൻ നല്ല പുത്തൻ ക്യാമറയായിട്ടാണ് വന്നത്. ക്യാമറ എടുത്തുകൊണ്ട് അവന് ഫോട്ടോ എടുത്ത് പള്ളിമുറ്റത്തു നിന്നുള്ള ഈ പ്രദർശനത്തിൻ്റെയൊക്കെ ഫോട്ടോ കിട്ടി. പള്ളിക്കകത്ത് കയറി 1-2 അടിച്ചു, അവൻ്റെ ക്യാമറ പോയി. പ്രിസലോഷ്, നല്ലൊരു ക്യാമറ കേടായി. പ്രൈസലോട് പറഞ്ഞ് ഹല്ലേലൂയ. അവൻ ഇറങ്ങി ഓടി, എൻ്റെ ജ്യേഷ്ഠൻ അവൻ്റെ പുറകെ ഓടി. സർവ്വത്തെ പറഞ്ഞ് ഹല്ലേലൂയ. ഓടി, അവനെ കിട്ടിയില്ല. അവൻ പിന്നെ വേറൊരു ക്യാമറക്കാരനെ വിളിച്ചുകൊണ്ടാണ് എൻ്റെ ജ്യേഷ്ഠൻ വന്നപ്പോഴത്തേക്കും കുർബാന കഴിയാറായി. പ്രിസലോഷ്, പട്ടവും കഴിഞ്ഞ് കുർബാന പകുതി കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഫോട്ടോ ഇല്ല, പക്ഷേ പൗരോഹിത്യം എൻ്റെ കൂടെയുണ്ട്. പ്രിസലോഷ്, പൗരോഹിത്യവും അഭിഷേകത്തിന് ഒരു കുറവും വന്നിട്ടില്ല. ഞാൻ നോക്കുന്ന ഒന്നേ ഉള്ളൂ, വേണ്ടത് ഫോട്ടോ അല്ല, വേണ്ടത് പൗരോഹിത്യത്തിൻ്റെ അഭിഷേകവും കൃപകളാണ്. ഇന്ന് പലരുടെയും വീട്ടിൽ കല്യാണത്തിൻ്റെ ഫോട്ടോയും അതിൻ്റെ സംഭവങ്ങളെല്ലാം ഇഷ്ടം പോലെ, പക്ഷേ ഭർത്താവ് കൂടെയില്ല. ഭാര്യ കൂടെയില്ല. സർവ്വത്തെ ഹല്ലേലൂയ. എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്, പക്ഷേ ഭർത്താവ് കൂടെയില്ല. കാരണം ആ കല്യാണത്തിൽ വെച്ച് കിട്ടേണ്ടത് അനുഗ്രഹം കിട്ടിയിട്ടില്ല, അഭിഷേകം കിട്ടിയിട്ടില്ല, നിലനിൽപ്പിൻ്റെ വരം കിട്ടിയത് ക്യാമറ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം രൂപയുടെ ആണെങ്കിൽ ഇതിൻ്റെ ആൽബം കയ്യിലിരിപ്പുണ്ട്. കെട്ടിയോനെ എവിടെയാന്ന് ചോദിച്ചാൽ അത് പറഞ്ഞേക്കരുത്. ഭാര്യ എവിടെയാ പറഞ്ഞേക്കരുത്. അങ്ങനെയുള്ള ഒത്തിരി അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം. കാരണം എന്നറിയാവോ, ആ ഒരു വിവാഹം എന്ന് കൂതാശയാണ്. അവിടെ എൻ്റെ കണക്ക് ഞാൻ പറയും, നിങ്ങളൊന്നും ഇരിക്കില്ല കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിലനിൽപ്പിൻ്റെ വരവേ അച്ഛൻ പറയാറുള്ളൂ. സർവ്വത്തെ പറയും ഹല്ലേലൂയ. 1 ദിവസത്തെ 2 ദിവസത്തെ സന്തോഷത്തിന് വേണ്ടി അല്ലല്ലോ നമ്മൾ പട്ടം സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ വിവാഹം സ്വീകരിക്കുന്നു. പ്രിസലോഷ്, 1 ആഴ്ച 2 ആഴ്ച ജീവിക്കാനും മറ്റുള്ളവരെ കാണിക്കും ഒരു അനുഗ്രഹമാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ആൽബം ഇല്ല, ഒന്നുമില്ല. പക്ഷേ അന്ന് എൻ്റെ മെത്രാൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന് ഞാൻ ഒരു അശ്രദ്ധയില്ല, എനിക്കൊരു അശ്രദ്ധ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ പോലും ഒന്നില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഈശോയിൽ മാത്രമായത് എൻ്റെ മനസ്സ്. ഇന്നത്തെ പല കുഞ്ഞുങ്ങളൊക്കെ നമ്മളിന്നിങ്ങനെ സിനിമാ നടികളെ പോലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഈ പള്ളിക്കകത്ത് കൊണ്ട് ഈ പ്രദർശന വസ്തുക്കളായിട്ട് ഇങ്ങനെ നിർത്തുമ്പോൾ എന്നിട്ട് ഈ അഭിഷേകം കിട്ടില്ല. ഒന്നാമത് ഇങ്ങനെ നിന്നാൽ തന്നെ അഭിഷേകം കിട്ടത്തില്ല. പ്രിസലോഷ്, അതിൻ്റെ കുഴപ്പമാണ്. പിന്നെ പരിശുദ്ധാത്മ കുടുംബജീവിതം നയിക്കണ്ടേ. അപ്പോൾ അവിടെ കൃപ നിങ്ങൾക്ക് കൃപ വേണം. നല്ല വിശുദ്ധരായ കുഞ്ഞുങ്ങളുണ്ടാകണം, രോഗങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകണം, കൃപയുള്ള കുഞ്ഞുങ്ങളുണ്ടാകണം, അനുഗ്രഹിക്കപ്പെട്ട ഒരു അഭിഷേകമുണ്ട്. കർത്താവിൻ്റെ അഭിഷിക്തർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ അദൃശ്യമായതിൽ കൂദാശ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അദൃശ്യമായ ദൈവിക വരപ്രസാദത്തെ നമുക്ക് നൽകുന്ന ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ഞാൻ എപ്പോഴും വിവാഹ ജീവിതത്തിനും പൗരോഹിത്യ ജീവിതത്തിനും ഒക്കെ പറയുമ്പോൾ ഒറ്റ കാര്യമേ ആവശ്യമുള്ളൂ, ദൈവാനുഗ്രഹം. പ്രിസലോഷ്, ദൈവകൃപയാകട്ടെ. അത് കിട്ടാതെ കുറേ പണം കിട്ടിയിട്ടോ കാശുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. കഴിഞ്ഞ നാൾ വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ രസകരമായ ഒരു കുടുംബം, അത് ശരിക്കും അവർ എന്നെ പിടിച്ചത്, അവരെൻ്റെ അടുത്ത് സംസാരിച്ചത് എയർപോർട്ടിൽ വെച്ചാൽ. കാരണം വെച്ചാൽ പൊതുജനത്തിൻ്റെ മുമ്പിൽ കുടിക്കാതിരിക്കാൻ വേണ്ടി എയർപോർട്ടിൽ വെച്ച് എന്നെ പിടിച്ചു. എയർപോർട്ടിൽ എൻ്റെ അച്ഛാ, ഞങ്ങൾ ഈ ദിവസം അച്ഛനൊന്ന് കാണും, പക്ഷേ ഞങ്ങൾ നാട്ടോട്ട് വരും. അപ്പോൾ അച്ഛനെ വഴിക്ക് വെച്ച് ഒരാൾ എൻ്റെ അടുത്ത് വന്നൊരു സഹോദരിയാണ്, 19-30 വയസ്സ് പ്രായം, 19 വയസ്സ് പ്രായമുണ്ട്. ഞാൻ പറഞ്ഞു, എന്തേ ശേഷം ഭർത്താവ് വായിച്ചു. സ്ഥലം പറഞ്ഞ് ഹല്ലേലൂയ.
നിങ്ങൾക്ക് എന്നാണ്ട് സ്വത്ത്? ഇവിടെ 2 വീട്, നാട്ടിൽ 2 വീട്. പ്രസിലോ മക്കൾ എത്രയുണ്ട്? 1. അവനെങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല അച്ഛാ. അവനോ ഒരു സൈക്കിക്കാന്നാണ് തോന്നുന്നത്. ഞാൻ ചോദിച്ചാൽ അവൻ ഡ്രഗ്സ് എടുക്കുമായിരുന്നു? എടുക്കുമായിരുന്നു അച്ഛാ. കുടിക്കുമായിരുന്നു അച്ഛാ. അവനൊരു പ്രത്യേക അനുസരണമില്ല അച്ഛാ. ഞാൻ പറഞ്ഞു കൂടുതൽ പറയാനില്ല. ഞാൻ ഇങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചപ്പം എല്ലാം ഉണ്ട്. ഒരാളുടെ ഒരു കുറവാണ് വീട്ടിൽ ഞാൻ കണ്ടു. ആരുടെ കുറവറിയോ? ദൈവത്തിൻ്റെ കുറവ്. എല്ലാം ഉണ്ട്, പക്ഷേ പ്രാർത്ഥിക്കുന്ന അമ്മ ഇപ്പം പാവം കിടന്ന് കരയുന്നുണ്ട് കേട്ടോ. നല്ലൊരു അമ്മയാണ്. പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് എന്നാ കാര്യം? പ്രസ്തലോഷ് കരയേണ്ട സമയത്തല്ലേ കരയേണ്ടത്? പ്രസ്തലോഷ് ഓരോരുത്തരും നേരമില്ലേ കരയേണ്ട നേരം. അപ്പോൾ അത് അന്ന് ശ്രദ്ധിക്കുക. ഞാൻ അവരെ കുറ്റപ്പെടുത്തി ആരെയും ഞാൻ ഇങ്ങനെ ചെറുതാക്കി പറയല്ല. പക്ഷെ ഒരു സങ്കടം വന്നു. ഭർത്താവ് വേറെ പ്രശ്നങ്ങളൊന്നും കുഞ്ഞു കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഒത്തിരി അനുഭവം ഞാനിന്ന് അണക്കരയിൽ കാണുന്നൊരു ഇതിൽ സംഭവങ്ങൾ ഒരു പക്ഷേ കേരളത്തിൽ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുണ്ട്, ഒരുപാട്. പക്ഷേ അണക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ശ്രീമോട് പറഞ്ഞ ഹല്ലേലൂയ. കേരളത്തിലെ എല്ലാം മൊത്തത്തിൽ ഭയങ്കരമായിട്ട് ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ വരുന്ന സെൻ്ററാണ് പ്രസ്തലോഷ്. ശ്രീമോട് ഹല്ലേലൂയ. ഒത്തിരി റിച്ച് ആൾക്കാർ, ഒരുപാട് സമ്പന്ന കുടുംബങ്ങളിലെ ആൾക്കാരോട് ധ്യാനിക്കാൻ പറ്റും. ഒരുപാട് സമ്പന്ന കുടുംബങ്ങളിലെ ആൾക്കാർ ഇൻ്റർനാഷണൽ ലെവലും ധ്യാനം കൂടാം. പക്ഷേ ഇതുങ്ങളോട് ഞാൻ കൂടുതൽ സംസാരിക്കാറൊന്നുമില്ല. ചിലപ്പോൾ 1 മിനിറ്റൊക്കെ സംസാരിക്കാം. പക്ഷെ ഉള്ള മനസ്സിൽ ഇവർക്കൊരു സംഭവമേ ഇവർക്കുണ്ടായിട്ടുള്ളൂ. ഇവർ എവിടെയോ വെച്ചോ ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് പണം, പേര്, പെരുമ, പ്രശസ്തി, സ്ഥാനമാനം, നേട്ടങ്ങൾ അതിന് 1-ാം സ്ഥാനം കൊടുത്തു. അത് കഴിഞ്ഞിട്ടേ ഉള്ളവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ പോയപ്പോൾ ഉണ്ടായ വലിയൊരു അനർത്ഥങ്ങളാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരു കാര്യം ഈശോനെ പഠിപ്പിച്ചൊരു കാര്യം പഠിപ്പിക്കുകയാണ്. സ്വരമൂർത്തി ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു പോകും. അതായത് ഞാൻ തിന്മയുടെ ബന്ധനങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നത്. സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ, ഭിന്നതയുടെ ആത്മാക്കളെക്കുറിച്ച്, കുടുംബജീവിതങ്ങളെ തകർക്കുന്ന തിന്മയുടെ ശക്തികളെക്കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പാപത്തിൻ്റെ സാഹചര്യങ്ങളിലാണ് ഈ സ്പിരിറ്റ് ഏറ്റവും കൂടുതൽ വളരുന്നത്, തിന്മയുടെ ശക്തികൾ പെരുകുന്നത്. പാപ സാഹചര്യം. ഒരു കാര്യം നിങ്ങൾ പറ്റും, വലിയൊരു കാര്യം രഹസ്യം പഠിപ്പിക്കുകയാണ്. വലിയൊരു രഹസ്യം. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. പാപം ചെയ്യുന്ന സ്ഥലങ്ങളിൽ തിന്മയുടെ അരൂപികൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കൊലപാതകം നടക്കുന്ന സ്പേസ് അല്ല പ്ലേസ്, അവിടെ ഒരു തിന്മയുടെ ശക്തി ഹിഡൻ. ഇറ്റ്സ് ഓൾവേസ് ഹിഡൻ. അത് പുറമെ കാണില്ല, അവിടെ കാണും. അതുപോലെ ഓരോ തിന്മകൾക്കും മദ്യപാനം നടക്കുന്ന സ്ഥലങ്ങൾ, ഈ മദ്യപാനം ആ സ്പിരിറ്റുണ്ട്. ഈ മദ്യപാനവും സ്പിരിറ്റ് പൈസാചിക ശക്തി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വ്യക്തിയിലുള്ള തിന്മയുടെ ആൾക്ക് പോലും അറിയത്തില്ല കേട്ടോ. നമുക്ക് അതല്ല യോഹന്നാൻ 8:44 തിന്മയുടെ ശക്തിയെക്കുറിച്ച് ഈശോ പറയുന്നതാണ്. അവൻ നുണയുടെ അവൻ ഹിഡനാണ്. ഒരിക്കലും അവൻ വെളിച്ചത്തിൽ വരില്ല. അവൻ അന്ധകാരമാണ്. അവൻ ഒരിക്കലും പ്രകാശത്തിലേക്ക് അവൻ ഒളിഞ്ഞിരിക്കും. അവനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ. അവനെ കണ്ടുപിടിക്കുക പരിശുദ്ധാത്മാവനല്ലാതെ ലോകത്തുള്ള ഒരു ബുദ്ധിശാലികൾക്കോ ആർക്കും അതിൻ്റെ പ്രവർത്തനം കണ്ടുപിടിക്കാൻ പരിശുദ്ധാത്മാവനല്ലാതെ ഒരു വിദ്യാഭ്യാസത്തിനോ ഒരു കാര്യത്തിനോ അവൻ്റെ പ്രവർത്തനം കണ്ടുപിടിക്കാം. അത് പരിശുദ്ധാത്മാവന് മാത്രമേ അത് പറ്റുള്ളൂ. ഞാൻ കാണാറുണ്ട് ഇന്ന് കേരളത്തിലെ വലിയ പല കുടുംബങ്ങളുടെ ചുവട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. തീരാൻ ഇനി ഒന്നുമില്ല. മിക്കവാറും ഇവരുടെ ഇപ്പോൾ ഉള്ള കാരണവന്മാരുടെ കാലഘട്ടം കഴിയുമ്പോൾ ഇവരുടെ മക്കളായിട്ട് ഇത് കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കുടുംബങ്ങളിലെ പല മക്കൾക്കും ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയി, പ്രാർത്ഥനയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. ദൈവമെന്ന ആളുണ്ടോ എന്ന് അവർ അപ്പനോട് അമ്മയോട് ചോദിക്കുക. സന്ധ്യാപ്രാർത്ഥനയോട് അവർക്ക് താല്പര്യം നഷ്ടപ്പെട്ടു പോയി. കുമ്പസാര കുർബാനയോട് താല്പര്യം നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഒറ്റ ചോദ്യം എൻ്റെ മാതാപിതാക്കൾ, ഇതാണ് നിങ്ങളുടെ മക്കളെങ്കിൽ ഈ സമ്പാദിച്ചെല്ലാം ആർക്കു വേണ്ടിയോ? ഈ സമ്പാദിച്ചതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആര് കൊണ്ടുപോകും? മുഴുവൻ തീരാൻ പോകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഒന്നേ അച്ഛന് പറയാനുള്ളൂ, ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിനെ വിളിച്ചു കൊണ്ടുവരിക. യേശുക്രിസ്തുവിനെ തിരിച്ച് വീട്ടിൽ കയറ്റുക, ജീവിതത്തിലേക്ക് വിളിച്ചു കയറ്റുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വേഗ മാർഗം. അതാ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം. അവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക, യേശുവിനെ സ്നേഹിക്കുക, പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ദൈവഭയം മുന്നിലുണ്ടാകട്ടെ. ഹൃദയത്തിൽ ദൈവഭയം നിറഞ്ഞു നിൽക്കട്ടെ. പാപചാമല
ബന്ധനമഴിയണമേ കെട്ടുകൾ പൊട്ടണമേ ബന്ധനമഴിയണമേ കെട്ടുകൾ പൊട്ടണമേ ബന്ധനമഴിയണമേ കെട്ടുകൾ പൊട്ടണമേ ബന്ധനമഴിയണമേ കരമഴിയണമേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്തനായ നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ അഭിഷേകം ആമേൻ ആമേൻ സർവശക്തനായ നിത്യപിതാവേ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ കർത്താവേ കരുണയായിരിക്കണമേ ഹല്ലേലൂയ ഹല്ലേലൂയ കരകുളിയർത്തി പിടിക്കട്ടെ കരകുളിയർത്തി പിടിക്കട്ടെ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കണം എല്ലാ ബന്ധനങ്ങളും അടിക്കണം കർത്താവേ കർത്താവ് ദേശത്തെ മുഴുവൻ അങ്ങയുടെ കരുണ കടലിൽ കാഴ്ച വയ്ക്കുന്നു ദിവ്യകാരണീശോയെ ഈ കൂട്ടായ്മയുടെ മുഴുവൻ മക്കളോടും ഇവിടെ കുടുംബങ്ങളോടും ഈ ദേശത്തോട് കരുണയായിരിക്കണം പൈശാചിക തകർച്ചകൾ അനുഭവിക്കുന്ന മക്കൾ രോഗപീഠകളും സാമ്പത്തിക തകർച്ചകളും കുടുംബ പ്രശ്നങ്ങളും മക്കളുടെ ബന്ധനങ്ങളും അശുദ്ധാത്മാക്കളുടെ ബന്ധനങ്ങൾ തകർന്ന മക്കൾ ആരെല്ലാം ഈ കൂട്ടായ്മ ഈശോയെ എന്നോട് കരുണയ്ക്കാട്ട് അവരുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേൾക്കണമേ നാനാജാതി മക്കളുടെ ബന്ധനങ്ങൾ കെട്ടുകൾ അടിച്ചവരെ രക്ഷിക്കണം കേട്ടോ രണ്ടു കരം ഉയർത്തി ഈ കൃപയുടെ മക്കളെ നീട്ടിപ്പിടിച്ച് ഈശോയെ വിളിച്ചു ആശീർവദിക്കുന്ന ഈശോയെ വിളിക്കട്ടെ